ഞാനിപ്പോൾ ഈ റെയിൽവേ മേൽപ്പാലത്തെ സംബന്ധിച്ച് അല്ലേട്ടം പ്രസംഗിക്കുന്നതും അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണവും ഒക്കെ ഇങ്ങനെ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ ആളുകൾ പരസ്പരം കാര്യങ്ങൾ പറയുന്നത് പോലത്തെ ബന്ധം MLAയും ഈ ജനതയും തമ്മിലുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ നേരത്തെ അറിയാം. ഞങ്ങളൊക്കെ ഇദ്ദേഹത്തെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കളിയാക്കും. ഇദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് വണ്ടൂർ ഒരു ചെറിയ പെടക്കൽ ഇങ്ങനെ കാണിക്കുമ്പോൾ പറയൂ, പിന്നെ നിങ്ങളിപ്പോൾ അവിടെ ഓടി ചെന്നില്ലെങ്കിൽ ഇപ്പോൾ നാളെ വൈകുന്നേരം അത് തോക്കുമല്ലോ. അപ്പം അത്രയും ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് MLAയിലും, ആ ആത്മവിശ്വാസം ഒരിക്കലും അമിതമായ ഒന്നും ആവാതെ എപ്പോഴും ജനങ്ങളിൽ ഒരാളായി നിൽക്കാൻ ഒരു ജനപ്രതിനിധിയും തീരുമാനിച്ചതിൻ്റെ മനോഹരമായ ഏടുകളാണ് വണ്ടൂർ കഴിഞ്ഞ കാലങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ളത് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പോലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. MLAമാരിൽ ചിലർക്ക്, ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ MLAയോട് ചെറിയ അസൂയയുണ്ട്. വണ്ടൂര് പോലൊരു മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയാവാൻ ഭാഗ്യം ലഭിച്ച ആളാണ് എന്നുള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ പറയാറുമുണ്ട്. അപ്പം അദ്ദേഹം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് CPMന്റെ പ്രചരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസംഗം വരുമ്പോൾ ഫോണിലെടുത്ത് നോക്കുമ്പോൾ ലൈവായി കേട്ടിരുന്നു കേട്ടോ. അപ്പം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. കല്ലുമാഷ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രസംഗത്തിൽ അതിൻ്റെ കാര്യങ്ങളും മൂപ്പരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ കാണും. ഞാനൊരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ പാലക്കാട് MLA ആയി 3 ടേം മത്സരിച്ച് ജയിക്കാൻ ഈ പാർട്ടി അവസരം തന്നതിൻ്റെ പേരിൽ, ഈ മുന്നണി ഒപ്പം തന്നതിൻ്റെ പേരിൽ, പാലക്കാട്ടെ ജനങ്ങളുടെ പിന്തുണ പേരിൽ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ ജില്ല എക്കാലത്തും CPIMന് വലിയ പിന്തുണ ഉണ്ടായിട്ടുള്ള ജില്ലയാണ്. ചരിത്രത്തിൽ ആകെ 1 തവണയോ 2 തവണയായിട്ടേ ഉള്ളൂ 5ന്റെ മേലെ MLAമാർ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വന്നിട്ടുള്ളൂ. ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം CPIMന് വർഷങ്ങളായി MLAമാരുടെ വലിയ നീണ്ട നിര, MP മാരുടെ വലിയ നീണ്ട നിരയൊക്കെ കൊടുത്തിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏലംകുളം മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാൽപാദം പതിഞ്ഞ ജില്ലയാണ്. അവിടെ ഏറമ്പാല കൃഷ്ണൻ നായനാർ മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുത്ത ജില്ലയാണ്. മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം സുരക്ഷിതമായൊരു സീറ്റ് അന്വേഷിച്ച് സാക്ഷാൽ VS അച്യുതാനന്ദനും ഓടി വന്നെടുത്ത ജില്ല പാലക്കാടാണ്. നിങ്ങളുടെ MLA ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാചകത്തിന് ഒരടിവരയിടുമ്പോൾ CPIM അത്തരം കാര്യങ്ങൾ നടത്തുന്ന വിമർശനത്തിൽ അവരെന്ത് ചെയ്തു എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു കാര്യം ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുന്നു: EMSന്റെ ജില്ലയിൽ, നായനാരുടെ ജില്ലയിൽ, VSന്റെ ജില്ലയിൽ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് തന്നത് ഈ AP അനിൽകുമാർ ആണ് എന്ന് ഒരു പാലക്കാട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ അന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിന് താങ്ങും തണലുമായി അതവിടെ നടപ്പിലാക്കാനുള്ള എല്ലാ പ്രതിസന്ധിയും മറികടന്ന് അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന പുതുപ്പള്ളിയിലെ MLA ആയിരുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. ആ ടേമിലാണ് ഞങ്ങൾക്കത് അനുവദിച്ചു കിട്ടിയത്. അല്ലേട്ടാ 10 വർഷത്തിനിപ്പുറം ഇന്ന് അവിടെ ആളുകൾ പ്രതിഷേധിച്ച് അവിടെ ചിലർ റീത്ത് വരെ കൊണ്ടുപോയി വെക്കേണ്ട അവസ്ഥയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഷനോടുകൂടി ആരംഭിച്ച ഒരു മഹാപ്രസ്ഥാനത്തെ ആ ഭരണകാലയളവ് എങ്ങനെ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അവിടുത്തെ ഇടപെടലുകളെ സംബന്ധിച്ച് മുൻ മന്ത്രിക്ക് പോലും, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുൻ മന്ത്രിക്ക് പോലും പരാതിയുള്ള തരത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. അപ്പം എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട MP-യെ, നമ്മുടെ ബഹുമാന്യായ നേതാവിനെ കണ്ട ശേഷം അല്ലേട്ടൻ പാർലമെന്റിനകത്ത് വന്ന് അന്ന് റെയിൽവേ മിനിസ്റ്ററെ നേരിട്ട് കണ്ടിട്ടും നിങ്ങളുടെ ഈ പറയുന്ന മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, MLA എന്നുള്ള നിലക്ക് അതിനകത്തൊന്നും ചെയ്യാൻ ബാക്കിയുള്ളതിന്റെ പേരിലായിരിക്കില്ല അത് ഇപ്പൊ ഇങ്ങനെ ആയത് എന്നുള്ളത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാമെന്നുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്. എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് ഇനിയിപ്പോൾ റെയിൽവേയുടെ തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, റെയിൽവേ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു കാണും. ആ എക്സ്പെക്റ്റേഷൻസിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടെ എനിക്ക് ആവേശത്തോടെ കേൾക്കാൻ കേട്ടത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഫിക്സ് ചെയ്യുന്ന പ്രയോറിറ്റികളിൽ അതൊന്നാമത് ഉണ്ടായിരിക്കും എന്നുള്ള വാക്ക്. ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം എനിക്കും പറയാം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ വന്നിരിക്കും എന്നുള്ള ഉറപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനകത്ത് യാതൊരു സംശയമുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേറൊരു ഉത്തരവാദിത്വമുണ്ട്.
ആ ഉത്തരവാദിത്തം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഈ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചുള്ള ചില കണക്കുകളുണ്ടല്ലോ ജോജി, ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ മട്ടന്നൂരിലെ ഭൂരിപക്ഷം അതൊന്നും ഇപ്രാവശ്യം നടപടിയാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ധർമ്മടത്തെ ഭൂരിപക്ഷം അതും ഇപ്രാവശ്യം അതേപോലെ നടപടിയാവില്ല. അതൊക്കെ അവിടെ നിൽക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ചില സീറ്റുകളുണ്ട്. അവിടത്തേക്ക് വലിയ വലിയ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം നൽകുന്ന ഭൂരിപക്ഷം ഉണ്ടാറുണ്ട്. ഇത്തവണത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മലപ്പുറത്തേക്ക് ഒരു മത്സരം ഒരു 1.5 ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലത്തെ കൈപിടിച്ച് നടത്തും എന്നുള്ള കാര്യത്തിന് സംശയം വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്ന അടുത്ത വാചകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2026 കോൺഗ്രസ് MLA-മാരിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂരായിരിക്കണമെന്നുള്ളത് ഒരു വാശിയായി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അതുപോലത്തെ ഒരു ജനതയും അതുപോലത്തെ ഒരു MLA-യും അതുപോലെ നാടിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പ്രതിബദ്ധതയുള്ളൊരു സർക്കാരും കേരളത്തിന് വരാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വണ്ടൂര് കയറി നിൽക്കണം എന്നുള്ളതാണ്. സാമൂഹ്യനീതിയുടെ വലിയ പ്രസംഗമൊക്കെ കേരളത്തിലെ CPIM നടത്താറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വർഷമായി കേരളത്തിൽ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരു മന്ത്രി കേരളത്തിൽ ഇല്ല എന്നുള്ളത് അപൂർവം ആളുകളുടെ മാത്രം ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കും. ആ ഒരു വകുപ്പിന് നേതൃത്വം നൽകാൻ പട്ടികജാതിക്കാരനായ ഒരൊറ്റ മന്ത്രിയെ ഈ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടില്ല. ആളതിനകത്ത് ഇല്ലാഞ്ഞിട്ടല്ല, MLA-മാർ അതിനകത്ത് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ രാജിവെച്ചു പോയ മന്ത്രിമാരെയൊക്കെ തിരികെ കൊണ്ടുവരാൻ തിടുക്കം ധൃതിയും കാണിക്കുമ്പോൾ ബഹുമാന്യനായ ശ്രീ രാധാകൃഷ്ണൻ അവറുകൾ ഒഴിഞ്ഞ ഒരു സീറ്റിലേക്കെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കി കൊണ്ടുവരാൻ പോലും ഈ ഗവൺമെന്റിന് താല്പര്യമില്ല. നിങ്ങൾ ആനുകൂല്യങ്ങളുടെ പേരിൽ പരസ്യങ്ങളും പ്രചരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തോട് നിങ്ങൾ അല്ലേട്ടനോട് തന്നെ ചോദിക്കുക. ഇവിടെ പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവർ നേരിടേണ്ടി വരുന്ന അവഗണനകൾ, അവരുടെ സ്റ്റൈപ്പൻഡിന്, സ്കോളർഷിപ്പിന്, അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിന്, അതിൻ്റെയൊക്കെ പെൻഡിങ് ലിസ്റ്റ് ഒന്നും വേണ്ട. ലൈഫ് ഭവന പദ്ധതിയുടെ പേരിൽ വലിയ കൊട്ടിഘോഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സാധാരണ കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന ഭവന പദ്ധതികളിൽ പോലും ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതെന്താണെങ്കിലും ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇതുപോലെ സ്വീകാര്യതയും അക്സെപ്റ്റൻസും ഉള്ള ഒരാൾ വണ്ടൂരിൽ നിന്ന് തവണ ജനവിധി തേടുമ്പോൾ കേരളം തിരിച്ചെടുക്കാൻ വണ്ടൂര് മുമ്പേ നടക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് നിങ്ങൾ ശിരസാ വഹിക്കണം. തെരഞ്ഞെടുപ്പിന് ഇനി കുറേ ദിവസമില്ല. തെരഞ്ഞെടുപ്പിന് കൺവെൻഷൻ കഴിഞ്ഞ്, മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞ്, ബൂത്ത് കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടുത്തതിലേക്ക് വരാനുള്ള സമയം തെരഞ്ഞെടുപ്പിനില്ല എന്നുള്ളതാണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീരും. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് തീരുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ദുർഭരണവും കേരളത്തിൽ അവസാനിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെലവഴിക്കുന്ന PR വർക്കിന് ചെലവഴിക്കുന്ന കോടികൾ അത് സർക്കാർ ചെലവിൽ, നമ്മുടെ ചെലവിൽ കുറെ കൊണ്ടു നടന്നു. ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെ പാവപ്പെട്ട ഒരു സഹോദരിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതിനെ തിരിച്ചെടുക്കാൻ മറന്നുപോയതിന്റെ പേരിൽ അവർ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ ചികിത്സയ്ക്കും പ്രയാസവുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞത്, ആ സഹോദരിക്ക് ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയാ. ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ മൂന്നാമതും എന്നൊക്കെ പേരിൽ തള്ളാൻ വേണ്ടി നിങ്ങൾ വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിന് ചെലവഴിക്കുന്ന പൈസയുടെ 10-1 ആ പാവപ്പെട്ട സഹോദരിക്ക് കൊടുക്കാൻ മറന്നുപോയ ഒരു ഗവൺമെന്റിനെ ഇനി വണ്ടൂരിലെ ജനത വെച്ചു പൊറുപ്പിക്കില്ല, ഇനി കേരളത്തിലെ ജനത വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇതിനെ മറികടക്കാൻ ചില ഡീലുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ BJPക്ക് ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഇച്ചിരി വൈകിയപ്പോ ചെറിയ ചർച്ചകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായില്ലേ? ഇതെന്താ അങ്ങനെയെന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? 140 മണ്ഡലങ്ങളിലേക്കുമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ച മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 140 സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചത് നമ്മളാ. ഇനി സുധാകരന്റെ പേരിലൊക്കെ ചാനലുകാരങ്ങ് വാർത്ത ഉണ്ടാക്കുക, വേറെ പാർട്ടിയിലേക്ക് പോയി, വേറെ പാർട്ടി പ്രഖ്യാപിച്ചു, വേറെ പാർട്ടിയോട് ചർച്ച നടത്തി, സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു, നോമിനേഷൻ പേപ്പർ വാങ്ങി, കണ്ണൂരിൽ എത്തി, ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, ഒരുപാട് വാർത്തകൾ നമുക്കെതിരെ ഉണ്ടാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന വാർത്ത എന്താ? CC മുകുന്ദൻ എന്ന് പറയുന്ന LDF-ന്റെ സിറ്റിംഗ് MLA ഇപ്പൊ മത്സരിക്കുന്നത് BJP-യിലാണ്.
വൈക്കത്തെ അജിത്ത് എന്ന് പറയുന്ന LDF-ന്റെ പഴയ MLA ഇപ്പൊ മത്സരിക്കുന്നത് BJP-യിലാണ്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇടുക്കിയിലെ CPM-ന്റെ MLA ഇപ്പൊ പ്രവർത്തിക്കുന്നത് BJP-യിലാണ്. നിങ്ങൾക്കറിയാം ഐഷ പോറ്റി ഇപ്പൊ എവിടെയാണ്? നിങ്ങൾക്കറിയാം PV അൻവർ ഇപ്പൊ എവിടെയാണ്? എന്തിനധികം പറയുന്നു, G സുധാകരൻ എന്ന ഉത്തമ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയൻ ജയിക്കുന്നത് ധർമ്മടത്തായതുകൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ചാനലുകളുടെ ക്യാമറ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് മാത്രം തിരിക്കേണ്ട, അതിന്റെ 10 ഇരട്ടി പ്രശ്നം CPM-നകത്ത് നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തിന്റെ വ്യത്യാസം നമ്മളെപ്പോലെ ചെറിയ ചർച്ചയും സീറ്റും ഒന്നും അല്ല. എന്താ അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം? അതിനകത്തിപ്പോ ഒരു ചർച്ച നടക്കുന്നു. എന്താ? ചില ആളുകൾക്ക് ഭരണം മാത്രം മതി, ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ചില ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന വേറെ ചില ആളുകൾ. ഭരണത്തെ മാത്രം സ്നേഹിക്കുന്ന ആളുകളും പാർട്ടിയെ സ്നേഹിക്കുന്നവരുമായി അവർ പിരിയുമ്പോ വണ്ടൂരിൽ ഉൾപ്പെടെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ വോട്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ AP അനിൽകുമാരനായിരിക്കും എന്നുള്ളത് ഈ വർത്തമാനകാല രാഷ്ട്രീയം പറയുന്നുണ്ട്. എന്നെ അടുത്ത ദിവസം കണ്ണൂരിലെ DCC പ്രസിഡന്റ് വിളിച്ചിരുന്നു, അല്ലേട്ടാ, മാർട്ടിൻ ജോർജ് വിളിച്ചിട്ട് പറഞ്ഞു 26-ാം തീയതി ഒന്ന് തളിപ്പറമ്പിൽ വരണം. എന്താ? സഖാവ് TK ഗോവിന്ദന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. 50 വർഷം ഒരു വാക്ക് പോലും പാർട്ടിക്കെതിരെ ഉരിയാടിയിട്ടില്ല എന്ന് പത്രസമ്മേളനം വിളിച്ച് ഇപ്പൊ പറയേണ്ടി വന്ന ഒരാൾ. നിങ്ങൾക്കറിയാം അവരുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി എങ്ങനെ ഗവൺമെന്റ് അകന്നു എന്നുള്ളത്. PR എക്സസൈസിന് കോടികൾ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹർഷിന എന്ന് പറയുന്ന കുട്ടിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചിട്ട് അതിൽ മാംസം പിടിച്ചിട്ട് പിന്നെ അത് അറുത്തു മാറ്റി അത് എടുക്കേണ്ടി വന്നതിൻ്റെ വേദന നിറഞ്ഞ അനുഭവം അവർ പങ്കുവെക്കുമ്പോൾ ഇവർ കൊടുക്കാന്ന് പറഞ്ഞത് 2 ലക്ഷം രൂപയാണ്. ആ കുട്ടിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഈ വണ്ടൂരും നഗരത്തിലും നിലമ്പൂരും പെരിന്തൽമണ്ണയിലും അങ്ങോട്ട് നോക്കിയാൽ അവിടെ വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെക്കാൻ അതിനേക്കാൾ എത്രയോ കോടികൾ ചെലവായിട്ടുണ്ടാവും. പക്ഷെ കൊടുക്കാൻ തയ്യാറല്ല. ഉഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മറന്നു വെച്ച കത്രിക 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എടുത്തു എന്ന് അവകാശപ്പെടുന്നവർ ഇനി പിണറായി 3 ലോഡിംഗ്, ആ ലോഡിംഗ് എന്ന് എവിടെ കണ്ടോ അവിടെ UDF ജയിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ കുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം ഈ ഗവൺമെന്റ് കൊടുത്ത് നിങ്ങൾ കണ്ടോ? കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ 4 പേര് വെന്തു മരിച്ചു. ജീവൻ രക്ഷിക്കാൻ വന്നവർ തീ പിടിച്ച് വെന്തു മരിച്ചു, പുക ശ്വസിച്ചു മരിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തകൾ എന്താ? 5 പേര് വീണ്ടും തീ കത്തി മരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തകർച്ചയിലേക്ക് നാടിനെ നയിക്കുക. ഗുണ്ടകൾ നാട്ടിൽ അരങ്ങ് വാഴുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടു, റോട്ടിലിട്ടിട്ട് വെട്ടിയ ആളുകളെ കൊന്നത്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? BJP നേതാക്കന്മാരുടെ പ്രസ്താവനയും CPM നേതാക്കന്മാരുടെ പ്രസ്താവനയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒന്നായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ എഴുന്നേറ്റ് നിന്നിട്ട് പറയാ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്ന്. ഇവിടെ നിങ്ങൾക്കറിയാം, യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമല്ല, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാം എന്നുള്ളത്. ഈ മലപ്പുറം ജില്ലയെ പറ്റി ഇനി പ്രചരിപ്പിക്കാൻ എന്തൊക്കെയാണ് ബാക്കി? ആ മലപ്പുറം ജില്ലയെപ്പറ്റി ദേശീയ പത്രത്തിന് ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂ വിവാദമാകുന്നത് വരെ അതൊന്ന് തിരുത്താൻ പോലും തയ്യാറാവാതിരുന്നവർ, ഇവിടുത്തെ കുട്ടികൾ ജയിച്ച പരീക്ഷയെ സംബന്ധിച്ച്, ഇവിടുത്തെ ആളുകൾ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ഇവിടുത്തെ നോമ്പ് കാലത്തെ സംബന്ധിച്ച് ഉൾപ്പെടെ എന്തെല്ലാം തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്കാണ് BJP നേതൃത്വം നൽകുന്നത് പോലെ CPIM നേതൃത്വം നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് നോക്കിയാൽ കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിൽ അവര് ശ്രമിക്കുന്നത് ഒരു കൺസോൾട്ടേഷന് വേണ്ടിയാണ്, അവര് ശ്രമിക്കുന്നത് ഒരു ഭിന്നിപ്പിന് വേണ്ടിയാണ്, അവര് ശ്രമിക്കുന്നത് ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടിയാണ്. അതിന് BJPയുടെ പിന്തുണയുമുണ്ട്. എങ്ങനെയെങ്കിലും കോൺഗ്രസ് തോറ്റാൽ മതി, UDF തോറ്റാൽ മതി എന്ന് BJPയും CPM-ഉം ഒരുപോലെ തോളോട് തോളൊരുമി ആഗ്രഹിക്കുമ്പോ ഒന്നായി തുടരാമെന്ന് നിങ്ങൾ എത്ര എഴുതി വെച്ചാലും നിങ്ങളും ജനങ്ങളും 2ആയി പിളരാൻ പോകുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ തെളിയിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇവരിൽ നിന്നൊരു മോചനം ജനങ്ങൾ അർഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ പോരാട്ടമാണ് വണ്ടൂരിൽ നടത്തുന്നത്. ഒരു തവണ കൂടെ അല്ലേട്ടൻ MLA ആവാനുള്ള ഇലക്ഷൻ അല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പദവികളിലിരിക്കാനുള്ള ഇലക്ഷൻ അല്ല. കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ് വണ്ടൂരിന്റെ മണ്ണിൽ നടക്കുന്നത്.
അത് നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ മറ്റനേകം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ MLA ഈ നാടുമായി അറുത്തുമുറിച്ച് മാറ്റാൻ കഴിയാത്ത ഹൃദയബന്ധത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹവും വണ്ടൂരും തമ്മിലുള്ള ബന്ധം ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേൾക്കുമ്പോൾ അസൂയോടെ ഇഷ്ടത്തോടെ കേട്ടു നിൽക്കുന്ന ഒന്നാണ്. ആ ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ഒരു ഊട്ടിയുറപ്പിക്കലായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിന് വേണ്ടി മാറ്റണം എന്ന് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടത് നേടിയെടുക്കാൻ, ഈ നാടിന് വേണ്ടത് കൊണ്ടുവരാൻ ബഹളങ്ങളില്ലാതെ അവകാശവാദങ്ങളില്ലാതെ അക്ഷീണം യത്നിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വണ്ടൂരിലെ പോരാളികൾക്ക് കഴിയട്ടെ, ജനതയ്ക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.